നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീഎംറ്റീവ് ആൻഡ് നോൺ പ്രീഎംറ്റീവ് ഷെഡ്യൂളിങ്ങിനെ പറ്റിയാണ്. ഷെഡ്യൂളിംഗ് എന്താണ്? CPU ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു റെഡി ക്യൂ ഉണ്ട്. ആ റെഡി ക്യൂവിൽ നിന്നും ഒരു പ്രോസസ്സിനെ CPUയിലേക്ക് അലോക്കേറ്റ് ചെയ്യണം. ആരെയാണ്, ഏത് പ്രോസസ്സിനെയാണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് CPU ഷെഡ്യൂളിംഗ് എന്ന് വിളിക്കുന്നത്. ഡിറ്റർമൈനിങ് വിച്ച് പ്രോസസ് വിൽ ഓൺ CPU ഫോർ എക്സിക്യൂഷൻ എന്ന് പറയുന്നതിനാണ് CPU ഷെഡ്യൂളിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ CPU ഇപ്പോൾ ഐഡിയലായിട്ടിരിക്കുന്നെങ്കിൽ അതിൽ ഐഡിയലായിട്ടിരിക്കാൻ സമ്മതിക്കാതെ അതിന് ഫ്രീക്വൻ്റ് ആയിട്ട് ഏതെങ്കിലും പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഷെഡ്യൂളിങ്ങിൻ്റെ CPU ഷെഡ്യൂളിങ്ങിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതാരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു, ഷോർട്ട് ടേം ഷെഡ്യൂളർ അല്ലെങ്കിൽ CPU ഷെഡ്യൂളറാണ് ഈ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഒരു ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയാസ്? നമുക്ക് 5 ക്രൈറ്റീരിയാസ് ആണ് മെയിൻലി ഉള്ളത്. CPU യൂട്ടിലൈസേഷൻ, ത്രൂപുട്ട്, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം. ഇതിനകത്ത് ഒരു ഗുഡ് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് വിച്ച് വിൽ ഇൻക്രീസ് CPU യൂട്ടിലൈസേഷൻ, ഇൻക്രീസ് ത്രൂപുട്ട് ആൻഡ് ഡിക്രീസ് ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം ആൻഡ് റെസ്പോൺസ് ടൈം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ CPU യൂട്ടിലൈസേഷൻ? നോർമലി നമ്മൾ ഐഡിയൽ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ CPU യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് 100% ആവണം. അതായത് എപ്പോഴും CPU ബിസി ആയിട്ട് തന്നെ ഇരിക്കണം. പക്ഷെ അങ്ങനെ ഒരു കേസ് നമുക്ക് ഒരു റിയൽ ലൈഫ് സിസ്റ്റത്തിനകത്ത് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടായിരിക്കും. നോർമലി 40 to 90% ആയിരിക്കും CPU യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര കിട്ടാൻ പറ്റുമോ അത്രയും CPU യൂട്ടിലൈസേഷൻ ഉണ്ടാക്കുക. അതാണ് ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. നെക്സ്റ്റ് വൺ, ത്രൂപുട്ട്. ഒരു ഫിക്സഡ് ടൈമിൽ എത്ര പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ത്രൂപുട്ട് എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് പ്രോസസ് ദാറ്റ് ആർ കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നതിനാണ് ത്രൂപുട്ട് എന്ന് വിളിക്കുന്നത്, ത്രൂപുട്ട് ഓഫ് ദി സിസ്റ്റം. നെക്സ്റ്റ് വൺ, ടേൺ അറൗണ്ട് ടൈം എന്താണ്? ഒരു പ്രോസസ്സ് റെഡി ക്യൂവിൽ വന്നു, ആ റെഡി ക്യൂവിൽ വന്നിട്ട് എപ്പോഴാണത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞത്, ആ ഒരു ടൈം ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ടേൺ അറൗണ്ട് ടൈം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് the time difference between time of submission of the process and time of completion is called turnaround time. Waiting time എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എത്ര ടൈം റെഡി ക്യൂവിൽ കിടക്കേണ്ടി വന്നു, എത്ര ടൈം റെഡി ക്യൂവിൽ ഇരിക്കേണ്ടി വന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം എന്ന് വിളിക്കുന്നത്. റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ആദ്യമായിട്ട് റെഡി ക്യൂവിൽ ഒരു പ്രോസസ്സ് കിടക്കുകയാണ്, ആ റെഡി ക്യൂവിൽ പ്രോസസ്സ് കിടന്നിട്ട് ആദ്യമായിട്ട് അതിന് റെസ്പോൺസ് കിട്ടി അല്ലെങ്കിൽ CPUവിനെ അലോക്കേറ്റ് ചെയ്തത് എപ്പോഴാണ്, ആ ടൈമിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് വിളിക്കുന്നത്. റെസ്പോൺസ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ദ ടൈം അറ്റ് വിച്ച് ഫസ്റ്റ് റെസ്പോൺസ് ടേക്സ് പ്ലേസ് മൈനസ് അറൈവൽ ടൈം. ആ പ്രോസസ്സ് അറൈവ് ചെയ്യുന്ന ടൈമിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസ് ടൈം കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഗുഡ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണെങ്കിൽ വിച്ച് വിൽ മാക്സിമൈസ് CPU യൂട്ടിലൈസേഷൻ, മാക്സിമൈസ് ത്രൂപുട്ട് ഓഫ് ദി സിസ്റ്റം, മിനിമൈസ് ടേൺ അറൗണ്ട് ടൈം, മിനിമൈസ് വെയിറ്റിംഗ് ടൈം ആൻഡ് മിനിമൈസ് ദി റെസ്പോൺസ് ടൈം. നമുക്ക് രണ്ട് ടൈപ്പിലുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് ഉള്ളത്. ഒന്ന് പ്രീഎംറ്റീവ് ഷെഡ്യൂളിംഗ്, ഒന്ന് നോൺ പ്രീഎംറ്റീവ് ഷെഡ്യൂളിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം നോൺ പ്രീഎംറ്റീവ് ഷെഡ്യൂളിംഗ് എന്താണെന്ന് പറഞ്ഞു നോക്കാം. നോൺ പ്രീഎംറ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ദി പ്രോസസ് ഈസ് അലോക്കേറ്റഡ് ടു CPU, ഒരു പ്രോസസ്സ് നമ്മൾ CPUയിൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ, ഒന്നുകിൽ കംപ്ലീറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു IO ഓപ്പറേഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ മാത്രമേ അത് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ പ്രീഎംപ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത കേസസിലൊന്നും പ്രീഎംപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെയാണ് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റേറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റണ്ണിങ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഐദർ ഗോ ടു ടെർമിനേറ്റ് സ്റ്റേറ്റ് ഓർ ഇറ്റ് വിൽ ഗോസ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഈ രണ്ട് സ്റ്റേറ്റിലോട്ട് മാത്രമേ ട്രാൻസിഷൻ നടക്കത്തുള്ളൂ ഇൻ നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിലേക്കാണ്? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും ടെർമിനേറ്റ് സ്റ്റേറ്റ്, അതായത് അത് കംപ്ലീറ്റ് ചെയ്തു, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും ഒരു ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരുന്ന എപ്പോഴാണ്? IO ഓപ്പറേഷൻ നടക്കുമ്പോൾ. ഓക്കെ, എന്തൊക്കെയാണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്? പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത് ഒരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുന്ന പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. നോൺ പ്രീഎംപ്റ്റീവ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. അപ്പോൾ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് മാത്രം നമുക്ക് പ്രീഎംപ്റ്റീവ് ആയിട്ടും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നോൺ പ്രീഎംപ്റ്റീവ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്സ് എന്തൊക്കെയാണ്? പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോവർ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ
റെഡി ക്യൂയിലേക്ക് ഒരു ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ജോബ് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ലോവർ പ്രയോറിറ്റി ആയിട്ടുള്ള ജോബിനെ വീണ്ടും തിരിച്ച് റെഡി ക്യൂയിലേക്ക് കൊണ്ടുവന്നിട്ട് ഹയർ പ്രയോറിറ്റി ഉള്ള കാര്യത്തിനെ ചെയ്തു തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സ്റ്റേറ്റ് ട്രാൻസിഷൻ നടക്കാം? നോർമലി നോൺ പ്രീഎംപ്റ്റീവ് നടക്കുന്ന പോലെ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും വേണമെങ്കിൽ ടെർമിനേറ്റ് സ്റ്റേറ്റ് ആവാം. അത് ആ റണ്ണിങ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു എങ്കിൽ ടെർമിനേറ്റ് സ്റ്റേറ്റിലേക്ക് പോകാം. ഒരു IO ഓപ്പറേഷൻ വന്നു, സോ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവാം. അല്ലെങ്കിൽ മൂന്നാമതൊരു കേസും കൂടെ ഉണ്ട്. എന്താണ് ആ കേസ്? റണ്ണിങ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഒരു ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യം വന്നു. അങ്ങനെയാണെങ്കിൽ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പിലുള്ള ട്രാൻസിഷൻ ഒരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗിൽ ഉണ്ടാവും. എന്തൊക്കെയാണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ്? ഒന്ന്, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. SRTF ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. Then round robin scheduling, preemptive scheduling, preemptive priority scheduling ആണ് എന്താണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗിന്റെ 3 അൽഗോരിതംസ്. ഇതിനകത്ത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം പ്രീഎംപ്റ്റീവ് വെർഷൻ ഓഫ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞിരുന്നു, നോൺ പ്രീഎംപ്റ്റീവിൽ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയുന്ന അൽഗോരിതം ഉണ്ട്. അതിന്റെ പ്രീഎംപ്റ്റീവ് വെർഷൻ ആണ് എന്തെന്ന് വിളിക്കുന്നത്? ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രീഎംപ്റ്റീവും നോൺ പ്രീഎംപ്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ്? ഇൻ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്, ഒരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗിൽ CPU is allocated to the process for limited time. കുറച്ച് സമയത്തേക്ക് മാത്രമാണ്, അതായത് ഒരു പ്രോസസ്സ് ചെയ്യാൻ ഇപ്പോൾ 5 യൂണിറ്റ് ഓഫ് ടൈം വേണമെങ്കിൽ ചിലപ്പോൾ അതിന് 2 യൂണിറ്റ് ഓഫ് ടൈമേ കൊടുക്കത്തുള്ളൂ. ബാക്കി 3 യൂണിറ്റ് ഓഫ് ടൈമും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സ്ലോട്ട് വെച്ചായിരിക്കും, ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമായിരിക്കും CPU അലോക്കേറ്റ് ചെയ്യുന്നത്. വേറസ് in non-preemptive scheduling, CPU is allocated to the process till it terminates, അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറുക. ഒന്നുകിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു IO ഓപ്പറേഷൻ ഉണ്ടാകുന്നത് വരെ എന്ത് ചെയ്യും? ആ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇനി പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിന് ഒരു ഓവർഹെഡ് ഉണ്ടാവും. നമ്മൾ കോണ്ടാക്ട് സ്വിച്ചിലേക്ക് പറഞ്ഞു, ഒരു പ്രോസസ്സിൽ നിന്നും വേറൊരു പ്രോസസ്സിലേക്ക് കോണ്ടാക്ട് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഒരു ഓവർഹെഡ് കോസ്റ്റ് ഉണ്ടാകും. ആ ഓവർഹെഡ് കോസ്റ്റ് എന്താണ്? സ്വിച്ചിങ് ഫ്രം വൺ പ്രോസസ് ടു അനദർ എന്ന് പറയുന്ന ആ കോസ്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ നോൺ പ്രീഎംപ്റ്റീവിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാത്തത് കാരണം അങ്ങനെ ഒരു ഓവർഹെഡ് കോസ്റ്റ് ഇല്ല. ഇനി പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിൽ ഇപ്പോൾ എപ്പോഴും ഒരു ലോവർ പ്രയോറിറ്റി ആണ് ഉള്ളത്, ഒരു ജോബ് ഉണ്ടെന്ന് വിചാരിക്കുക. എപ്പോഴും വരുന്നത് ഒരു ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ജോബാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ലോവർ പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം അങ്ങനെ സ്റ്റാർവേഷൻ ചെയ്ത്, അതായത് ഹാവ് ടു വെയിറ്റ് ഫോർ ലോങ്, അങ്ങനെ അത് സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് പോകും. ഇനി നോൺ പ്രീഎംപ്റ്റീവ് സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ഹയർ ബേസ്റ്റ് ടൈം നമ്മൾ എന്താണെന്നുള്ള കാര്യം പഠിക്കും. ഹയർ ടൈം CPU ആവശ്യമുള്ള ഒരു സിസ്റ്റം കയറി, 50 മില്ലി സെക്കൻഡ്സ് അല്ലെങ്കിൽ 50 യൂണിറ്റ് ഓഫ് ടൈം വേണ്ട ഒരു കാര്യം കയറി. അപ്പോൾ ലോവർ ടൈം ഉള്ള 2 അല്ലെങ്കിൽ 3 മില്ലി സെക്കൻഡ് വേണ്ട ഒരു ജോബ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ 50 മില്ലി സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരുടെ ജോബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തിനകത്ത് വരും? നോൺ പ്രീഎംപ്റ്റീവിൽ വരും. വൺസ് ഇറ്റ് സ്റ്റാർട്ടഡ്, ഇറ്റ് വിൽ reallocate CPU only after either it is terminated or converts to waiting state. അപ്പോൾ അതുവരെ മറ്റവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതെന്ന് പറയുന്നത് നോൺ പ്രീഎംപ്റ്റീവിന്റെ ഒരു ഇഷ്യൂ ആണ്. ദെൻ വാട്ട് ആർ ദി ബേസ്റ്റ് ടൈം? 2 ടൈപ്പിലുള്ള ബേസ്റ്റ് ടൈം ആണ് ഉള്ളത്. ഒന്ന് CPU ബേസ്റ്റ് ടൈമും ഒന്ന് IO ബേസ്റ്റ് ടൈമും. CPU ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് ടൈം റിക്വയർഡ് ബൈ എ പ്രോസസ് ഫോർ എക്സിക്യൂട്ടിംഗ് ഓൺ CPU ഉപയോഗിച്ച് പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈമാണ് വേണ്ടത്, അതിനെയാണ് നമ്മൾ CPU ബേസ്റ്റ് ടൈം എന്ന് വിളിക്കുന്നത്. ഇതിനെ എക്സിക്യൂഷൻ ടൈം എന്നും വിളിക്കാറുണ്ട്, റണ്ണിങ് ടൈം എന്നും വിളിക്കാറുണ്ട്. ഇനി ഒരു പ്രോസസ്സിന് കൂടുതലും CPU ബേസ്റ്റ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് IO മാത്രമേ ഉള്ളൂ, കൂടുതലും ഒരു 50 മില്ലി സെക്കൻഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് 49ഉം എന്താണ് CPU ബേസ്റ്റ് ടൈം, 1 മാത്രമേ IO ഉണ്ട് എന്നുണ്ടെങ്കിൽ, IO ബേസ്റ്റ് ടൈമേ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? CPU ബൗണ്ടഡ് പ്രോസസ്. കൂടുതലും CPU ആണ് വേണ്ടെങ്കിൽ CPU ബൗണ്ടഡ് പ്രോസസ് എന്ന് വിളിക്കും. ഇനി IO, ഒരു പ്രോസസ്സിന് IO ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? IO ബേസ്റ്റ് ടൈം എന്ന് വിളിക്കുന്നത്. ഇനി IO ബേസ്റ്റ് ടൈം ആണ് കൂടുതലെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? IO ബൗണ്ടഡ് പ്രോസസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. FIFO ഷെഡ്യൂളിംഗ്, അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന അൽഗോരിതം ഏത് ടൈപ്പിലുള്ളതാണ്?
ഏത് ടൈപ്പിലുള്ളതാണ്? ഒരു നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. ദെൻ റൗണ്ട് റോബിൻ ഈസ് എ ഏത് കൈൻഡ് ഓഫ് മാഗ്നറ്റിക് ഡ്രം അല്ല. റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. പ്രോസസ് ഷെഡ്യൂളിംഗ് പോളിസിയാണ്. പ്രോസസ് സിങ്ക്രണൈസേഷൻ ആണല്ലോ. മെമ്മറി അലോക്കേഷൻ പോളിസി ആണോ? അല്ല. മെമ്മറി അലോക്കേഷൻ പോളിസി എന്ന് പറയുന്നത് പേജിങ്, സെഗ്മെന്റേഷൻ അങ്ങനെയൊക്കെ ഉള്ളതാണ് മെമ്മറി അലോക്കേഷൻ പോളിസി എന്ന് വിളിക്കുന്നത്. പ്രോസസ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് സിങ്ക്രണൈസേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ് ഷെഡ്യൂളിംഗ് പോളിസിയാണ് റൗണ്ട് റോബിൻ. ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റിംഗ് ടൈം ആണോ? അല്ല. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി അല്ല. നൺ ഓഫ് ദി എബോവ്. ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദ ഡിലേ ബിറ്റ്വീൻ ടൈം സബ്മിഷൻ ജോബ് എച്ച് അല്ല, ജോബാണ്. ജോബ് സബ്മിഷൻ ആൻഡ് ജോബ് കംപ്ലീഷൻ ആണ് എന്തെന്ന് വിളിക്കുന്നത്? ടേൺ അറൗണ്ട് ടൈം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ടു സ്റ്റെപ്സ് ഓഫ് എ പ്രോസസ് എക്സിക്യൂഷൻ? പ്രോസസ് എക്സിക്യൂഷന്റെ 2 സ്റ്റെപ്പ് എന്തൊക്കെയാണ്? CPU ആൻഡ് IO ബേസ്റ്റ് ടൈം ആണ് ഏതിന്റെ 2 സ്റ്റെപ്പ് ഓഫ് പ്രോസസ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ദ ഫോളോയിങ് കേസസ് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഒക്കേഴ്സ്. നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് നമ്മൾ പറഞ്ഞു 2 സ്റ്റേറ്റ് ചേഞ്ച് മാത്രമേ നടക്കത്തുള്ളൂ. ഒന്ന് എന്തൊക്കെയാണ്? റണ്ണിംഗ് സ്റ്റേറ്റിൽ നിന്ന് ടെർമിനേറ്റ് സ്റ്റേറ്റിലേക്ക് പോകും, റണ്ണിംഗ് സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. അല്ലാതെ വേറൊരു കാര്യം നടക്കത്തില്ല. പ്രോസസ് സ്വിച്ചസ് ഫ്രം റണ്ണിംഗ് സ്റ്റേറ്റ് ടു റെഡി സ്റ്റേറ്റ്. ഇതെന്ന് പറയുന്നത് ഏതിന്റെ സ്പെഷ്യാലിറ്റിയാണ്? പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗിന്റെ സ്പെഷ്യാലിറ്റിയാണ്. പ്രോസസ് ഗോസ് ഫ്രം റണ്ണിംഗ് സ്റ്റേറ്റ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവാം. IO ഓപ്പറേഷൻ വരുമ്പോൾ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവാം. വെൻ എ പ്രോസസ് സ്വിച്ചസ് ഫ്രം വെയിറ്റിംഗ് സ്റ്റേറ്റ് ടു റെഡി സ്റ്റേറ്റ്. അങ്ങനെ വെയിറ്റിംഗ് സ്റ്റേറ്റ് റെഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂളിംഗ് ഓപ്പറേഷന്റെ കാര്യമല്ല. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്താണ്? വെൻ പ്രോസസ് ഗോസ് ഫ്രം റണ്ണിംഗ് സ്റ്റേറ്റ് ടു വെയിറ്റിംഗ് സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഒക്കർ എന്ന് പറയുന്നത്. ഇനി ഷെഡ്യൂളിംഗ് ഈസ് ഡൺ സോ ആസ് ടു, നമുക്കറിയാം, ടു ഇൻക്രീസ് CPU യൂട്ടിലൈസേഷൻ, ഡിക്രീസ് ടേൺ അറൗണ്ട് ടൈം, മാക്സിമൈസ് ത്രൂപുട്ട്. ഇതെല്ലാം എന്താണ്? ഈ 3 എണ്ണവും എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ ആണ്. ഷെഡ്യൂളിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഷെഡ്യൂളിംഗ് നമ്മൾ ചെയ്യുന്നതിന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. സോ ഓൾ ദി മെൻഷൻ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.